അസ്സലാമലൈക്കും. ഇന്ന് നമ്മൾ മാളൂസ് കിച്ചണിൽ ഉണ്ടാക്കാൻ പോണത് ഫ്രൈഡ് കോളിഫ്ലവർ ആണ്. നിങ്ങളെ വീട്ടിൽ KFC ചിക്കനൊക്കെ കഴിക്കാത്തവരുണ്ടെങ്കിൽ ഇങ്ങനത്തെ കോളിഫ്ലവർ കൊണ്ട് ഫ്രൈഡ് കോളിഫ്ലവർ ഉണ്ടാക്കി കൊടുക്കേണ്ടി. ഭയങ്കര ഇഷ്ടപ്പെട്ട് കഴിക്കും. നല്ല ടേസ്റ്റാണ് ഇതിൻ്റെ. പിന്നെ വീട്ടിൽ കുട്ടികൾ കോളിഫ്ലവർ കഴിക്കാത്ത കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്തിട്ട് കുട്ടികൾക്ക് കൊടുത്തു നോക്കി. നല്ല ടേസ്റ്റ് ആയിരിക്കും ഇതിൻ്റെ. പിന്നെ കുട്ടികൾ ഇതൊരു വാട്ടി കഴിച്ചാൽ പിന്നെ ഇതന്നെ ഇഷ്ടപ്പെട്ട് ചോദിക്കൽ തുടങ്ങും. ഇതുണ്ടാക്കാൻ എടുത്തിരിക്കുന്നത് ചെറിയൊരു കോളിഫ്ലവറാണ് കേട്ടോ. അത് നന്നാക്കി മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇന്ന് ഈ ചട്ടിയിൽ കുറച്ച് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടുങ്ങാണ്ട് വെള്ളം തിളപ്പിക്കാൻ വെക്കണം. ഞാൻ കോളിഫ്ലവർ മുറിച്ച് കഴുകി വെച്ചിരുന്നു. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ഞാൻ ഒന്ന് തിളക്കുന്നുണ്ട്. ഇത് വെള്ളം വാറ്റി മാറ്റി വെച്ചിട്ടുണ്ട് ഞാൻ. ഇനി ഇതിനും വേണ്ടി നമുക്ക് മസാല ഉണ്ടാക്കാം. 2 സ്പൂൺ മൈദയാണ്. ഇനി ഇതിലേക്ക് 2 സ്പൂണ് കോൺഫ്ലവറിൻ്റെ പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഇടുന്നത് 2 സ്പൂണ് അരിപ്പൊടിയാണ്. എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നത് പിങ്ങലരിപ്പൊടി ആയതുകൊണ്ട് ഞാൻ അതന്നെ ഇട്ടത്. നിങ്ങളടുത്ത് പച്ചരിപ്പൊടി ഉണ്ടെങ്കിൽ അതിട്ടോളി. ഇനി ഇതിലേക്ക് ഇടുന്നത് 1/2 സ്പൂണ് മാജിക് മസാലയാണ്. ഇത് ഞാൻ വീട്ടിലുണ്ടാക്കിയതാണ് കേട്ടോ. പോയ വീഡിയോയിൽ ഞാൻ പാസ്ത ഉണ്ടാക്കിയിരുന്നു. അതിലിത് മസാല എങ്ങനെ ഉണ്ടാക്കണമെന്ന് കാട്ടിയിരുന്നു. അത് കാണണം. ഇനി ഇതിലേക്ക് 1 സ്പൂൺ മുളക് പൊടിയും കുറച്ച് കസ്തൂരി മേത്തി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് വേണ്ട ആവശ്യത്തിനുണ്ട് ഉപ്പും. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുണ്ട വെള്ളം ഒഴിച്ച് മിക്സാക്കി കൊടുക്കുക. കൂടുതലായി പോരുത്, നോക്കി കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ട് മിക്സാക്കി കൊടുക്കണം. ഇതിപ്പോൾ ഇനി ആയിട്ടില്ല കേട്ടോ. ഇത് കട്ടി തന്നെ ഉണ്ട്. ഇതിലേക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചായിട്ട് നല്ല മിക്സാക്കി കൊടുക്കണം നമ്മൾ. ഈ പാകത്തിന് വേണം കേട്ടോ കട്ടിയിൽ. ഇനി നമുക്ക് വേണ്ടിയത് ഇത് റസ്ക് പൊടിയാണ്. ഇത് കടയിൽ കിട്ടുമല്ലോ റസ്ക്, അതൊന്ന് പൊടിച്ച് കൊടുക്കണം. മത്തില്ല, ജാറിലിടരുത്. ജാറിലിടുമ്പോൾ ഭയങ്കര സ്മൂത്തായി പോകും. ഇനിയിപ്പോൾ നമ്മൾ ഈ മാവ് ഒന്ന് ഇളക്കിയിട്ടുണ്ടല്ലോ, അതിലേക്ക് ഇതൊന്ന് മുക്കി കൊടുത്തുകൊണ്ട് എണ്ണ സിമ്മിൽ വേണം വെക്കാൻ. എന്നിട്ട് ഈ ബ്രെഡ് ക്രംസിലേക്കൊന്ന് മുക്കി കൊടുക്കുക. ഇതിൻ്റെ മേലൊക്കെ ഇട്ട് കൊടുത്തിട്ട് വേണം ഇടാൻ. ഇത് കണ്ടില്ലേ, ഓരോന്ന് പൊരിച്ചെടുക്കുക. സ്ലോ വേണം വെക്കാൻ. ഇത് കൂടുതൽ ഇളക്കരുത് കേട്ടോ. ഇതിൽ കിട്ടിയതിൻ്റെ ശേഷം ഒരു സൈഡ് തിരിച്ചിട്ടതിന് ശേഷം ഇങ്ങനൊരു സൈഡ് തിരിച്ചിട്ടാൽ മതി. കൂടുതൽ ഇതാക്കുമ്പോൾ ഇതിൻ്റെ പൊടിയൊക്കെ പോകും. ഇത് നമ്മളെ ഫ്രൈഡ് കോളിഫ്ലവർ റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ നിങ്ങളെ വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് കുട്ടികൾക്കും വലിയവർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന സാധനമായിരിക്കും. എന്നിട്ട് എങ്ങനെ ഉണ്ടായിരുന്നെന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. പിന്നെ നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒരു മോട്ടിവേഷനും വേണ്ടിയാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത വീഡിയോയിൽ ഇനിയൊരു റെസിപ്പി ആയിട്ട് കാണാം. അസ്സലാമു അലൈക്കും.